ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാനിപ്പോൾ ഒന്നാക്കണം. നമ്മൾ ഹോട്ടലിലൊക്കെ മുട്ട വാങ്ങിക്കുമ്പോൾ അവർ മുട്ടയൊക്കെ പൊടിഞ്ഞൊന്നും പോകാതെ നല്ല ഷേപ്പിലൊക്കെ മുട്ട കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്കും അതെങ്ങനെയാണ് അവർ മുട്ട പുഴുങ്ങുന്നതെന്ന് നോക്കാം. ഞാൻ എങ്ങനെയാണ് നന്നായിട്ട് മുട്ട അത് പൊട്ടൊന്നും ചെയ്യാതെ തൊണ്ടൊക്കെ നന്നായിട്ട് എങ്ങനെ പൊളിക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം കേട്ടോ. ഇപ്പം ഞാൻ അതിനായിട്ട് കൂടി ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 6 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഈ മുട്ടയ്ക്കകത്ത് കണ്ടോ ചെളിയും ഇങ്ങനെ അവരെടുത്തുകൊണ്ട് വന്ന വഴിയല്ലേ, അപ്പം അതിനകത്ത് കോഴിയുടെ വേസ്റ്റും ഇതെല്ലാം ഉണ്ട്. അപ്പം നമുക്കതൊന്നും നന്നായിട്ട് കഴുകാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മുട്ടയാണെങ്കിൽ എപ്പോഴും ഒരു 10 മിനിറ്റ് നേരം പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറായിട്ട് വേണം മുട്ട പുഴുങ്ങാവുള്ളൂ കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അപ്പം തന്നെ മുട്ട പുഴുങ്ങിയാൽ മുട്ട പൊട്ടാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ നമ്മളത് എപ്പോഴും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എടുത്ത് പുറത്ത് വെച്ചൊരു റൂം ടെമ്പറേച്ചർ ആക്കിയിട്ട് മുട്ട പുഴുങ്ങി വരുമ്പോൾ അതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ നമുക്കിനി ഇതിനകത്തുള്ള ഇതൊക്കെ നന്നായിട്ടൊന്ന് പോകണം. അപ്പോൾ നമ്മളിത് കഴുകിയിട്ടൊക്കെ ഇട്ടാലോ വെള്ളത്തിലേക്ക് അതിൻ്റെ വേസ്റ്റൊക്കെ അലിഞ്ഞ് ചേർന്നിട്ട് പിന്നെ ചിലപ്പോൾ അതിനകത്ത് ഒരു മുട്ടയൊക്കെ പൊട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ അതിനകത്ത് ഈ ചിലപ്പോൾ അത് എല്ലായിടത്തോടെയും ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ഉപ്പിടുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇടണത് ബേക്കിംഗ് സോഡയാട്ടോ. അതേ കണ്ടോ, ഈ ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഉപ്പുകാരം ഇട്ടാലും മതി. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കണ ഇതില്ലേ, അത് ഇട്ടാൽ മതി. ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അത് ഇടുക, അല്ലെങ്കിൽ സോഡാപ്പൊടി ഇടുക. അപ്പോൾ അത് ഞാനൊരു പിഞ്ച് ഇട്ടാൽ മതി കേട്ടോ, ഒരു നുള്ളിടുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഇട്ടിട്ട് ഇതും 2 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അരിക്കട്ടെ. എന്നിട്ട് ഇതൊരു കിടന്നൊന്ന് കുതിരാൻ വേണ്ടിയിട്ടൊരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് ഇട്ടുകൊണ്ടിരിക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊരു തുണിയോ എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് കഴുകാം ഇങ്ങനെ കേട്ടോ. ഒരു തുണിയോ സ്ക്രബ്ബറോ എന്തെങ്കിലും ഇട്ട് നമുക്കിതൊന്ന് തേച്ച് കഴുകാം. ഇപ്പോൾ കണ്ടോ, ഈ മുട്ടയ്ക്ക് നല്ല കളർ തന്നെ ഉണ്ടോ. ഈ മുട്ടയും കണ്ടോ, ഈ മുട്ടയും തമ്മിൽ വ്യത്യാസമുണ്ടോ.